കാർഷിക വാർത്തകൾ. സംസ്ഥാനത്ത് റബ്ബർ വിലയിൽ ഇന്നും ഉണർവ്. കുരുമുളക് വിപണിയിൽ അന്തർ സംസ്ഥാന വാങ്ങലുകാർ സജീവം. ഏലം പ്രതീക്ഷ നൽകുമ്പോൾ മഴപ്പേടിയിലാണ് കൊക്കോ കർഷകർ. ആഭ്യന്തര വിപണികളിൽ നിന്നുള്ള വാങ്ങൽ താൽപര്യം കുരുമുളകിനെ കൂടുതൽ ശക്തമാക്കി. നാടൻ ചരക്കിന്റെ ലഭ്യത കുറഞ്ഞതിനാൽ കിട്ടുന്ന വിലയ്ക്ക് കുരുമുളക് ശേഖരിക്കാൻ അന്തർ സംസ്ഥാന വാങ്ങലുകാർ ഉത്സാഹിച്ചു. ഉൽപാദന മേഖലയിൽ നിന്നുള്ള ചരക്ക് വരവ് ഇന്ന് 29.5 ടണ്ണിൽ ഒതുങ്ങിയതോടെ അൺഗാർബിൾഡ് കുരുമുളക് വില ക്വിന്റലിന് 300 രൂപ വർദ്ധിച്ച് 62,500 രൂപയായി. അന്താരാഷ്ട്ര വിപണിയിൽ ഇന്ത്യൻ വില ടണ്ണിന് $8,000 അടുത്തു. സംസ്ഥാനത്തിന്റെ ചില ഭാഗങ്ങളിൽ മഴയ്ക്ക് അല്പം ശമനമുണ്ടെങ്കിലും കഴിഞ്ഞ ദിവസങ്ങളിൽ നിർത്തിവെച്ച ടാപ്പിംഗ് പുനരാരംഭിച്ചിട്ടില്ല. അതേസമയം വരും ദിനങ്ങളിൽ കാലാവസ്ഥ തെളിഞ്ഞാൽ റബ്ബർ വെട്ട് ഊർജിതമാകും. സംസ്ഥാനത്ത് 4ാം ഗ്രേഡ് ഷീറ്റ് വില 197 രൂപയായി ഉയർന്ന് വിപണനം നടന്നു. മുഖ്യ കയറ്റുമതി വിപണിയായ ബാങ്കോക്കിൽ 2ാം ദിവസവും റബ്ബർ വില താഴ്ന്ന് 205 രൂപയായി. ഏലക്ക ലേലത്തിൽ ആഭ്യന്തര വിദേശ വാങ്ങലുകാർ സജീവം. ഇന്ന് 1/2 കിലോ ചരക്ക് ലേലത്തിലെത്തി. ശരാശരി ഇനങ്ങൾ കിലോ 2,950 രൂപയിലും മികച്ച ഇനങ്ങൾ 3,248 രൂപയിലും കൈമാറി. ക്രിസ്മസ് അടുത്തതോടെ ബേക്കറികൾ ഏലത്തിൽ താൽപര്യമർദ്ദിച്ചു. ഗൾഫ് രാജ്യങ്ങളിൽ നോയമ്പുകാല ആവശ്യത്തിനുള്ള ചരക്ക് സംഭരണവും തുടങ്ങി. സംസ്ഥാനത്ത് അനുഭവപ്പെട്ട മഴ കൊക്കോ മരങ്ങളിലെ പൂക്കൾ അടർന്നു വീഴാൻ ഇടയാക്കി. ഫെബ്രുവരി മാർച്ചിലെ പുതിയ വിളവിൽ കുറവ് സംഭവിക്കുമെന്ന ആശങ്കയിലാണ് ഉൽപാദകർ. നേരത്തെ ചിങ്ങത്തിൽ അനുഭവപ്പെട്ട മഴ കൊക്കോ ഉൽപാദനം കുറയാനിടയാക്കിയിരുന്നു. ഹൈറേഞ്ചിൽ ഉണക്കക്കായ കിലോ 650-700 രൂപയിലും പച്ചക്കൊക്കോ 170 രൂപയിലുമാണ്. ആഫ്രിക്കൻ രാജ്യങ്ങളിൽ മഴ മൂലം കൊക്കോയുടെ ഗുണനിലവാരത്തിൽ ഇടിവ് സംഭവിച്ചു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കാപ്പിക്ക് ഇനി കടുപ്പമേറും. പ്രീമിയം കാപ്പിയായ ഇന്ത്യൻ അറബിക്കയ്ക്ക് റെക്കോർഡ് നേട്ടം. പ്രീമിയം കാപ്പി ഇനമായ അറബിക്ക 50 കിലോയ്ക്ക് 20,000 രൂപ കടന്നിരിക്കുകയാണ്. ആഗോള വിലവർധനയെ തുടർന്നാണ് ഇന്ത്യൻ അറബിക്ക മുന്നേറുന്നത്. അറബിക്കയേക്കാൾ 500 രൂപ വ്യത്യാസത്തിലാണ് റോബസ്റ്റ വില. നിലവിൽ വിപണിയിൽ വാങ്ങലുകാർ കുറവാണ്. അതേസമയം ഫെഗൽ ചുഴലിക്കാറ്റിന്റെ പ്രഭാവം, കുടക്, ചിക്കമംഗളൂരു, ഹസൻ തുടങ്ങിയ പ്രധാന ഉൽപാദന മേഖലകളിലെ മഴ കർഷകരിൽ ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട്. ഉൽപാദനത്തിന്റെ ഗുണനിലവാരത്തെ പ്രതികൂലമായി ബാധിക്കുമെന്നാണ് കർഷകർ വ്യക്തമാക്കുന്നത്. പ്രതികൂല കാലാവസ്ഥ മൂലം ഈ വർഷം അറബിക്കകളുടെ വിളവെടുപ്പ് ഏകദേശം 4 ആഴ്ചയോളം വൈകി. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഏലം കർഷകർക്ക് ആശ്വാസവുമായി യാര ഇന്ത്യ. ക്രമരഹിതമായ കാലാവസ്ഥയെ പ്രതിരോധിക്കുന്നതിനുള്ള പരിഹാരങ്ങൾ മുന്നോട്ട് വയ്ക്കുകയാണ് കമ്പനി. ഉൽപാദനത്തെ പ്രതികൂലമായി ബാധിക്കുന്ന കാലാവസ്ഥാ സാഹചര്യങ്ങളെ നേരിടാൻ കേരളത്തിലെ ഏലം കർഷകരെ സഹായിക്കുന്നതിനായി രംഗത്തെത്തിയിരിക്കുകയാണ് യാര ഇന്ത്യ. ഏലത്തിന് കൃത്യമായ പോഷകമുറപ്പാക്കി കാലാവസ്ഥയെ പ്രതിരോധിക്കാനുള്ള ശേഷി നൽകുകയാണ് യാര ഇന്ത്യ ലക്ഷ്യമിടുന്നത്. ഇന്ത്യയുടെ ഏലം ഉൽപാദനത്തിന്റെ 78% കേരളത്തിന്റെ സംഭാവനയാണ്. ഇത് ആഗോള വിതരണത്തിൽ ഇന്ത്യയുടെ ആധിപത്യത്തിന് കാര്യമായ കരുത്തു പകരുന്നുണ്ട്. മണ്ണിലെ പോഷക പ്രശ്നങ്ങൾ പരിഹരിച്ച് വരൾച്ച മൂലം കീടബാധയുണ്ടായ ഏലച്ചെടികളുടെ ആരോഗ്യം വീണ്ടെടുക്കാൻ യാര ഇന്ത്യയുടെ ഉൽപ്പന്നമായ യാരാവിറ്റ സ്റ്റോപ്പിലൂടെ സാധിച്ചതായി കമ്പനി വ്യക്തമാക്കി. ഉയർന്ന മൂല്യമുള്ള കയറ്റുമതി ഏലങ്ങൾക്ക് ഇത് ഏറെ ഗുണകരമാണ്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. നട്ട്സ്, ഡ്രൈ ഫ്രൂട്ട്സ് എന്നിവയുടെ ഇന്ത്യയിലെ മുൻനിര B2B പ്രദർശനമായ MEWA 2ാം പതിപ്പ് മുംബൈയിൽ നടക്കും. ഫെബ്രുവരി 12 മുതൽ 14 വരെയാണ് എക്സിബിഷൻ. നട്ട്സ് ആൻഡ് ഡ്രൈ ഫ്രൂട്ട്സ് കൗൺസിൽ ഓഫ് ഇന്ത്യയാണ് 2025 പരിപാടിയിൽ 30-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ളവർ പങ്കെടുക്കും. ഗവേഷണം, നവീകരണം, ഉൽപാദനം, വ്യാപാരം, ഉപഭോഗം എന്നിവയിൽ മുന്നേറ്റം പ്രോത്സാഹിപ്പിക്കുന്നതാണ് എക്സിബിഷൻ. കഴിഞ്ഞ വർഷം 130-ലധികം പ്രദർശകരും 6,000-ലധികം പങ്കാളികളും പരിപാടിയിൽ പങ്കെടുത്തിരുന്നു. മുംബൈയിലെ ജിയോ വേൾഡ് കൺവെൻഷൻ സെന്ററിലായിരിക്കും എക്സിബിഷൻ നടക്കുന്നത്. US, ചിലി, ഇറാൻ, തുർക്കി, ഒമാൻ, സൗദി അറേബ്യ, ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്ന് 300-ലധികം പ്രദർശകരെയാണ് ഇത്തവണ പ്രതീക്ഷിക്കുന്നത്. പ്രദർശകർക്കും സന്ദർശകർക്കും 14 ഉൽപ്പന്ന വിഭാഗങ്ങൾക്കായുള്ള പാനൽ ചർച്ചകളിൽ പങ്കെടുക്കാൻ അവസരമുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. നവംബറിൽ ഇന്ത്യയുടെ ഭക്ഷ്യ എണ്ണ ഇറക്കുമതി 4 മാസത്തെ ഏറ്റവും ഉയർന്ന നിലയിൽ. ഉത്സവ സീസണിലെ ഡിമാൻഡ് ഉയർന്നതാണ് കാരണം. പാം ഓയിൽ, സോയ ഓയിൽ, സൂര്യകാന്തി എണ്ണ എന്നിവയുടെ വാങ്ങലുകൾ റിഫൈനർമാർ ഉയർത്തിയതാണ് ഇറക്കുമതിക്ക് ആക്കം കൂട്ടിയത്. ലോകത്തിലെ ഏറ്റവും വലിയ സസ്യ എണ്ണ ഇറക്കുമതി രാജ്യമാണ് ഇന്ത്യ. ഡീലർമാരുടെ കണക്കുകൾ പ്രകാരം പാം ഓയിൽ ഇറക്കുമതി നവംബറിൽ മുൻ മാസത്തേക്കാൾ 0.5% ഉയർന്ന് 8,50,000 മെട്രിക് ടണ്ണായി.
ഒക്ടോബർ നവംബർ മാസങ്ങളിൽ ദസറ ദീപാവലി ആഘോഷങ്ങളെ തുടർന്നാണ് ഈ വർധന. മധുര പലഹാരങ്ങളുടെയും വറുത്ത ഭക്ഷണങ്ങളുടെയും ഉപഭോഗത്തിലും വലിയ വർധനയുണ്ടായിട്ടുണ്ട്. നവംബറിലെ സോയ ഓയിൽ ഇറക്കുമതി ഒരു മാസം മുമ്പുള്ളതിൽ നിന്ന് 20% വർദ്ധിച്ച് 4,10,000 മെട്രിക് ടണ്ണായിട്ടുണ്ട്. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ശക്തമായ ഡിമാൻഡാണ് ഉണ്ടായിരിക്കുന്നത്. ഇതേ തുടർന്നാണ് സൂര്യകാന്തി എണ്ണ ഇറക്കുമതി വർദ്ധിച്ചത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ബംഗാളിലെ ഉരുളക്കിഴങ്ങ് വ്യാപാരികൾ സമരത്തിലേക്ക്. വിവിധ സംസ്ഥാനങ്ങളിലേക്കുള്ള വിതരണത്തിനുള്ള നിയന്ത്രണത്തിൽ തീരുമാനമാകാത്തതാണ് ചർച്ച പരാജയപ്പെടാൻ കാരണം. പശ്ചിമ ബംഗാളിലെ ഉരുളക്കിഴങ്ങ് വ്യാപാരികൾ സമരത്തിനിറങ്ങുന്നത് വിവിധ സംസ്ഥാനങ്ങളിലേക്കുള്ള വിതരണത്തിൽ തടസ്സങ്ങളുണ്ടായേക്കും. സർക്കാരുമായി നടത്തിയ ചർച്ചയിൽ തീരുമാനത്തിലെത്താത്തതിനെ തുടർന്നാണിത്. പശ്ചിമ ബംഗാളിന്റെ ഉപഭോഗത്തിന് 4 ലക്ഷം മെട്രിക് ടൺ കിഴങ്ങ് ആവശ്യമായി വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നിലവിൽ ബംഗാളിന്റെ കോൾഡ് സ്റ്റോറേജുകളിൽ ഡിസംബറിൽ 6.5 ലക്ഷം മെട്രിക് ടൺ ഉരുളക്കിഴങ്ങാണുള്ളത്. മറ്റ് സംസ്ഥാനങ്ങൾക്ക് ഉരുളക്കിഴങ്ങ് വിൽക്കുന്നത് സംബന്ധിച്ച് സർക്കാരുമായി നടത്തിയ ചർച്ചയിൽ തീരുമാനമായിട്ടില്ല. കിഴങ്ങ് മറ്റ് സംസ്ഥാനങ്ങൾക്ക് വിൽക്കുന്നതിനുള്ള നിയന്ത്രണം സർക്കാർ നീക്കിയില്ലെങ്കിൽ സമരം നടത്തുമെന്ന് അസോസിയേഷന്റെ മുന്നറിയിപ്പിനെ തുടർന്നാണ് സർക്കാർ സംഘടനയുമായി ചർച്ച നടത്തിയത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. തനതായ ഭക്ഷ്യ സംസ്കാരം പുനഃസ്ഥാപിക്കാൻ സഹായിക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് അഗ്രി ന്യൂട്രി ഗാർഡൻ പദ്ധതി ആരംഭിച്ചതെന്ന് പട്ടികജാതി പട്ടികവർഗക്ഷേമ വകുപ്പ് മന്ത്രി OR കേളു. അഗ്രി ന്യൂട്രി ഗാർഡൻ പദ്ധതി പ്രാരംഭ പ്രക്രിയയാണെന്നും അദ്ദേഹം പറഞ്ഞു. ജൈവ കാർഷിക തോട്ടങ്ങൾ സ്ഥാപിക്കുന്നതിലൂടെ പോഷകസമൃദ്ധവും ആരോഗ്യകരവുമായ ഒരു സമൂഹത്തെ സൃഷ്ടിക്കേണ്ടതിന്റെ പ്രാധാന്യം മന്ത്രി പറഞ്ഞു. കുടുംബശ്രീ മിഷന്റെ നേതൃത്വത്തിൽ ജൈവ കൃഷിയിലൂടെ എല്ലാ വീട്ടിലും കീടനാശിനിരഹിത പച്ചക്കറി ഉൽപാദനം ഉറപ്പാക്കാനാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്. 7,800-ലധികം കുടുംബങ്ങളെ ലക്ഷ്യമിട്ട് 235 ഏക്കറിൽ ജൈവകൃഷി സുഗമമാക്കുകയാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. ഓരോ വീടുകളിലും കാർഷികോദ്യാനങ്ങൾ എന്നതാണ് അഗ്രി ന്യൂട്രി ഗാർഡൻ എന്നതിലൂടെ സർക്കാർ മുന്നോട്ടുവെച്ച ആശയം. 2021 മുതലാണ് പദ്ധതി നടപ്പിലാക്കി തുടങ്ങിയത്. ഗ്രാമപഞ്ചായത്തുകൾ വഴിയാണ് ഇത് നടപ്പിലാക്കി വരുന്നത്. ഓരോ വാർഡിലെയും 50 കുടുംബങ്ങളെ തിരഞ്ഞെടുത്ത് ക്ലസ്റ്റർ രൂപീകരിച്ചാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇനി കമ്പോള നിലവാരം. ഇന്നത്തെ കമ്പോള നിലവാരം. RSS 4 199, RSS 5 195, ലാറ്റക്സ് 128, ജാതിക്ക 400, ജാതി പത്രി 2100 മുതൽ 2300 വരെ, ഗ്രാമ്പു 930, അടയ്ക്ക 250, കാപ്പിക്കുരു 230, കൊക്കോ പരിപ്പ് 630, കുരുമുളക് ഗാർബിൾ 65,500, കുരുമുളക് അൺഗാർബിൾ 63,500, ഏലക്ക 2,800 മുതൽ 2,900 വരെ, വെളിച്ചെണ്ണ 21,100, കൊപ്ര 15,850, ചുക്ക് 32,500.